ബെസ്റ്റ് സീക്രട്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് വീണ്ടും എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഗുരുസമക്ഷം ഒരു ഹിമാലയൻ യോഗിയുടെ ആത്മകഥ ശ്രീയം എപ്പിസോഡ് 27 സിദ്ധരുമായുള്ള കൂടിക്കാഴ്ച. പിറ്റേന്ന് രാവിലെ ഞങ്ങളുടെ യാത്ര തുടങ്ങിയത് കൽപേശ്വർ ലക്ഷ്യം വെച്ചായിരുന്നു. 5 കേദാരങ്ങളിൽ കേദാർനാഥാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്. ഏറ്റവും ഹൃദയഹാരിയായതും കേദാർനാഥ് തന്നെയാണ്. എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ സമുദ്രനിരപ്പിൽ നിന്നും 12,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരുന്നുണ്ട്. കൊടും തണുപ്പിനെ ധീരമായി നേരിട്ടുകൊണ്ടും കുത്തനെയുള്ള മല കയറിയുമാണ് തീർത്ഥാടകർ ലക്ഷ്യത്തിലെത്തുന്നത്. മറ്റു 4 കേദാരങ്ങൾ അത്ര പ്രശസ്തമല്ല. തദ്ദേശവാസികൾക്കും അലഞ്ഞു നടക്കുന്ന സന്യാസിമാർക്കും മാത്രമേ അവ അറിയൂ. അറിയപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലാണ് ആൾത്തിരക്ക് കൂടുതൽ. മറ്റു കേന്ദ്രങ്ങളിൽ ആൾത്തിരക്ക് കുറവാണ്. അതുകൊണ്ട് സ്വാഭാവികമായ സൗന്ദര്യവും ചുറ്റുപാടുകളും ഭദ്രമായി നിലനിർത്തപ്പെടുന്നു. ഇവയിൽ ആദ്യത്തെ കേദാർനാഥിലേക്കാണ് ബാബാജി എന്നെയും കൂട്ടിക്കൊണ്ടുപോയത്. ബദ്രി തൊട്ടു തുടങ്ങുകയാണെങ്കിൽ 1ാമത്തെ കേദാരമാണ് കൽപേശ്വർ. ഗോവിന്ദ് ഘട്ടിൽ നിന്നും തിരിച്ച് ജോഷി മഠിലേക്ക് പോകുന്ന റൂട്ടിലൂടെയാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഉച്ചയോടെ ഞങ്ങൾ മെയിൻ റോഡിൽ നിന്നും പുറത്തു കടന്ന് കാൽനടപ്പാതകളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ഇടതുഭാഗത്ത് വിഷ്ണുഗംഗ ഒഴുകിക്കൊണ്ടിരുന്നു. അധികം വൈകാതെ ചെളിമണ്ണ് നിറഞ്ഞ കാൽനടപ്പാത അവസാനിച്ചു. ബാബാജിക്ക് വഴിയൊക്കെ സുപരിചിതമായിരുന്നു. കാട്ടിലൂടെയും ചിലപ്പോൾ പാറകളിലൂടെയും ചിലപ്പോൾ ഇവ രണ്ടിൻ്റെയും ഇടയിലൂടെയും യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ ഗ്രാമത്തിലെത്തി. ചെയ്യിങ്കൽ എന്നാണ് ഗ്രാമത്തിൻ്റെ പേര്. അവിടെ താമസിച്ചു കൊണ്ടിരുന്ന ചെറിയ ഗഡ്വാലി സമൂഹം ഞങ്ങളെ സ്വാഗതം ചെയ്യാനെത്തി. അവർക്ക് ബാബാജിയെ അറിയാമായിരുന്നു. സ്വാഗതം ചെയ്യാൻ ഗ്രാമത്തലവനും എത്തിയിരുന്നു. കണ്ടം വച്ച കോട്ട് ധരിച്ചിരുന്ന ആ മനുഷ്യൻ്റെ മുഖം പ്രായാധിക്യം കാരണം ചുക്കി ചുളുങ്ങിയതായിരുന്നു. അദ്ദേഹം കുനിഞ്ഞ് ബാബാജിയുടെ കാലിൽ തൊട്ടു തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ബാബാജിക്ക് ഒരു ശിഷ്യനെ കിട്ടിയിരിക്കുകയാണല്ലോ. ബാബാജി പുഞ്ചിരി തൂക്കിക്കൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി സദ്യ ഒരുക്കി. അവസാനത്തെ ഇനം ഒരു കഷ്ണം കൽക്കണ്ടവും പാൽ ചേർക്കാത്ത ചായയുമായിരുന്നു. ഗ്രാമവാസികൾ മുഴുവൻ ഞങ്ങൾക്ക് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. ബാബാജിയുടെ അനുഗ്രഹം വാങ്ങാൻ ചില സ്ത്രീകൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്നിരുന്നു. ഗ്രാമവാസികൾ ബാബാജിയോട് കുറച്ച് ദിവസം അവിടെ തങ്ങണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ ബാബാജി അവിടെ നിന്നും പോകാൻ ഉറച്ചു കഴിഞ്ഞിരുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം അല്പസമയം കഴിഞ്ഞ് ഞങ്ങൾ ചെയ്യിങ്കൽ ഗ്രാമത്തിൽ നിന്നും തിരിച്ചു. കുത്തനെയുള്ള കയറ്റം കയറി വേണം യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ഞങ്ങൾ ബക്രിയിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ ബക്രിയിലെത്തി. കൽപേശ്വർ ബക്രിക്ക് അടുത്താണ്. ബക്രിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ശിവക്ഷേത്രമുണ്ടായിരുന്നു. കുന്നിൽ താമസിക്കുന്നവർ വർഷത്തിൽ ഒരിക്കൽ അവിടെ പൂജ നടത്തി വന്നിരുന്നു. 2 മണിക്കൂർ കഴിഞ്ഞുള്ള ഞങ്ങളുടെ യാത്ര ഒരു കാട്ടിലൂടെയായിരുന്നു. ആ കാട്ടിലാകെ മാരിഗോൾഡ് ചെടികൾ, അതായത് സ്വർണ്ണ നിറമുള്ള പൂക്കളുള്ള ഒരിനം ചെടി സമൃദ്ധമായി വളർന്നിരുന്നതിനാൽ ആ ചെടികൾ കണ്ണുകൾക്ക് ഒരു ദൃശ്യവിരുന്ന് ഒരുക്കി. ഒരു ഭാഗത്തു കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. ശുദ്ധ സ്ഫടിക ജലമാണ് അതിലൂടെ ഒഴുകിക്കൊണ്ടിരുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വെള്ളച്ചാട്ടം കാണുകയുണ്ടായി. അതിലെ ശുദ്ധജലം കടും നീലവും കറുപ്പും കലർന്ന നിറമുള്ള
പാറയുടെ ചെങ്കുത്തായ ഭാഗത്തെ സ്പർശിച്ചുകൊണ്ടാണ് താഴത്തേക്ക് പതിച്ചുകൊണ്ടിരുന്നത്. ബാബാജി പറഞ്ഞു, ഈ ജലത്തിൽ ആയുർവേദത്തിൽ ശിലാജിത്ത് എന്ന് വിളിക്കുന്ന ഒരു തരം വിശേഷപ്പെട്ട അരക്ക് കലർന്നിട്ടുണ്ട്. അതിനാൽ ഇത് ഔഷധമുള്ളതാണ്. പ്രകൃതിയുടെ മലിനപ്പെടാത്ത സ്ഥലങ്ങളിൽ ഒന്നായ ഇവിടെ പ്രകൃതിദത്തമായ ഒരു ഗുഹയുണ്ട്. അതിനുള്ളിൽ കൽപേശ്വരനായ ശിവൻ ശില കൊണ്ടുള്ള ലിംഗരൂപത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വളച്ചുവാതിലൂടെ വേണം അകത്തേക്ക് കടക്കേണ്ടത്. വാതിലിന് സമീപത്തായി പിത്തളയിൽ തീർത്ത ഒരു മണി തൂക്കിയിട്ടിരുന്നു. ബാബാജിയും ഞാനും ആ മണി അടിച്ചുകൊണ്ട് ഞങ്ങളുടെ ആഗമനം അറിയിച്ചു. എന്നിട്ട് ഗുഹാക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. തൊട്ടടുത്ത ദേവഗ്രാമം എന്ന ഗ്രാമത്തിൽ നിന്നുള്ള പുരോഹിതനാണ് ക്ഷേത്രത്തിൽ പൂജ നടത്തിയിരുന്നത്. ദേവഗ്രാമം ഉർഗും താഴ്വരയിൽപ്പെട്ടതാണ്. പുരോഹിതൻ ബാബാജിക്ക് ആദരവോടെ അഭിവാദങ്ങൾ അർപ്പിച്ചു. അദ്ദേഹം ബാബാജിയുടെ പാദങ്ങൾ തൊട്ടുവന്ദിക്കുകയും ചെയ്തു. ഇരുട്ട് വീഴാൻ തുടങ്ങിയ സമയമായിരുന്നു. പുരോഹിതൻ ബാബാജിയോട് ദീപാരാധന തുടങ്ങാനുള്ള അനുവാദം വാങ്ങി. സാമാന്യം വലിയ ഒരു എണ്ണവിളക്ക് കത്തിച്ചു. പുരോഹിതൻ ദീപാരാധന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ബാബാജി ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. ഞാനും എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന വെള്ളി കൊണ്ടുണ്ടാക്കിയ ചെറിയ മണി മുഴക്കിക്കൊണ്ടിരുന്നു. ദീപത്തിൻ്റെ പ്രകാശത്തിൽ ലിംഗത്തിൻ്റെ സ്ഥാനത്ത് ശില കൊണ്ടുണ്ടാക്കിയ അനേകം ലിംഗങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടു. ആരാധനയ്ക്ക് ശേഷം ഞങ്ങൾ ഒരിടത്ത് നിശബ്ദരായി ഇരുന്നു. ആ നിശബ്ദത ശാന്തിയും സ്നേഹവും നിറഞ്ഞതായിരുന്നു. അത് അവിടെയെങ്ങും വ്യാപിച്ചിരിക്കുന്നതായി അനുഭവപ്പെട്ടു. പുരോഹിതൻ ഞങ്ങൾക്ക് അഭിഷേകം ചെയ്ത് പവിത്രമാക്കപ്പെട്ട തേൻ പ്രസാദമായി തന്നു. രുചിയേറിയതും സുഗന്ധം ഉള്ളതുമായിരുന്നു അത്. അദ്ദേഹം ബാബാജിയോട് അദ്ദേഹത്തോടൊപ്പം ദേവഗ്രാമത്തിൽ പോയി തങ്ങാമെന്ന് പറഞ്ഞു. പക്ഷേ ബാബാജി യാത്രക്കാർക്ക് വേണ്ടി പണി കഴിപ്പിച്ചിട്ടുള്ള റെസ്റ്റ് ഹൗസിൽ തങ്ങാനാണ് താൽപ്പര്യം കാണിച്ചത്. റെസ്റ്റ് ഹൗസിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയായിരുന്നു. വാതിലിന് മുന്നിൽ തീ കത്തിക്കാനുള്ള ഒരു കുഴി ഉണ്ടായിരുന്നു. പുരോഹിതൻ കുറച്ച് സമയത്തിനുള്ളിൽ വിറകും ഭക്ഷണവുമായി മടങ്ങിയെത്തും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ബാബാജി വന്നിട്ടുള്ള വിവരം ഗ്രാമത്തലവനെ അറിയിക്കാൻ കൂടിയാണ് അദ്ദേഹം പോയത്. ഞങ്ങളുടെ അടുത്ത് ആ സമയത്ത് വേറെ ആരും ഇല്ലായിരുന്നു. മേഘങ്ങൾക്കിടയിലൂടെ ആകാശത്ത് ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. നക്ഷത്രദീപങ്ങളും പ്രകാശം ചൊരിഞ്ഞു. ഞങ്ങൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് ബാബാജി എന്നോട് കമ്പിളി കൊണ്ട് ശരീരം ശരിക്കും മറയ്ക്കാനും മഫ്ലർ കഴുത്തിൽ ചുറ്റാനും പറഞ്ഞു. ബാബാജി പറഞ്ഞു, എൻ്റെ ഗുരുവിൻ്റെ ഏറ്റവും മുതിർന്ന ശിഷ്യരിൽ ഒരാൾ കൽപേശ്വരിൽ ഈ സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം രുദ്രനാഥിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്ന് ആശിക്കാം. ഞാൻ ബാബാജിയോട് പറഞ്ഞു, ഞാൻ ചില കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നു. ചോദിക്കാമല്ലോ? ബാബാജി പ്രോത്സാഹിപ്പിച്ചു. അങ്ങ് എവിടെയാണ് ജനിച്ചത്? അങ്ങയ്ക്ക് ഇപ്പോൾ എന്ത് പ്രായമുണ്ട്? ബാബാജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊന്നും പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങളല്ല. എൻ്റെ മാതാപിതാക്കൾ കാശ്മീരികളാണ്. എൻ്റെ വയസ്സിനെപ്പറ്റി പറയുകയാണെങ്കിൽ കാഴ്ചയിൽ തോന്നിക്കുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് എൻ്റെ പ്രായം എന്ന് മാത്രം പറയാം. മഹായോഗിയായ ശ്യാംചരൺ ലാഹിരി എൻ്റെ ഗുരുവായ ശ്രീ ഗുരു ബാബാജിയെ സന്ദർശിച്ച സമയത്ത് ഞാനായിരുന്നു അദ്ദേഹത്തെ ഗുഹയിൽ ഗുരുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. ഞാൻ അത്ഭുതത്തോടെ പറഞ്ഞു, അത് നടന്നത് 100 കൊല്ലം മുമ്പായിരുന്നു. അങ്ങയെ കണ്ടാൽ 30 വയസ്സിൽ കൂടുതൽ തോന്നുകയില്ല. ശരിയായ ഭക്ഷണത്തിലൂടെയും കായകൽപ്പം അഭ്യസിക്കുന്നതിലൂടെയും ഒരാൾക്ക് ദീർഘകാലം ജീവിച്ചിരിക്കാനും യൗവനം നിലനിർത്താനും കഴിയും.
നിനക്കും വല്ലപ്പോഴും കായകൽപ്പം പരിശീലിക്കാവുന്നതാണ്. ഭാവിയിൽ സമൂഹത്തിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിന് പരിശീലനം സഹായകരമാകും. ബാബാജി ഏതു തരത്തിലുള്ള സമ്മർദ്ദങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്? എൻ്റെ ജീവിതം ഇവിടെ എത്രയും സുഖകരമാണ്. ഒരു സമ്മർദ്ദവും അനുഭവപ്പെടുന്നില്ല. ഞാൻ എന്നും അങ്ങയുടെ കൂടെയായിരിക്കും കഴിയുന്നത്. ഈ ഹിമാലയ സാനുക്കളിൽ അങ്ങയുടെ കൂടെ ജീവിക്കും. ഞാൻ സമതലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ബാബാജി സ്നേഹപുരസരം എൻ്റെ നേർക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, നീ ആഗ്രഹിക്കുന്നില്ല, അത് സത്യമാണ്. പക്ഷേ നീ പോയേ തീരൂ. ഒരു നിമിഷം എന്തോ ആലോചിച്ചിട്ട് അദ്ദേഹം തുടർന്നു, നിനക്ക് എൻ്റെ ഗുരുവിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. ഇപ്പോൾ ഉടനെ അല്ല, അതുകൊണ്ട് വിഷമിക്കേണ്ട. നമുക്ക് കുറേ നാൾ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത് ഒരുമിച്ച് കഴിയാം. ഞാൻ വിനയപുരസരം പറഞ്ഞു, അങ്ങ് കൂടെയുള്ളപ്പോൾ എന്നെ ഒരു പ്രശ്നവും അലട്ടുകയില്ല. അങ്ങയുടെ സാന്നിധ്യമാണ് എനിക്ക് പ്രധാനമായിട്ടുള്ളത്. അങ്ങയുടെ ഗുരുവിനെ പോലെ അങ്ങും ശരീരത്തിൻ്റെ യൗവനം കാത്തു സൂക്ഷിക്കണം. എന്നിട്ട് എനിക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടിരിക്കണം. അതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഗുരുവായ ശ്രീ ഗുരു ബാബാജിക്ക് മാത്രമേ അതിനു കഴിയുകയുള്ളൂ. അദ്ദേഹം ഈ ലോകത്തിൽ വസിക്കുന്നത് ചില പ്രത്യേകമായ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ദൗത്യങ്ങൾ ഒന്നും തന്നെയില്ല. ഭാവിയിൽ ഒരിക്കൽ ഈ ലോകത്തോട് യാത്ര പറയേണ്ടതുണ്ട്. അതുവരെയും എനിക്ക് എൻ്റെ ശരീരം നല്ലപോലെ സംരക്ഷിക്കാൻ കഴിയും. ബാബാജിയുടെ സംസാരം എനിക്കേറ്റ ഒരു വലിയ ആഘാതമായിരുന്നു. വികാരം കാരണം ശരീരം വിറയ്ക്കാൻ തുടങ്ങി. വിറയാർന്ന സ്വരത്തിൽ ഞാൻ അഭ്യർത്ഥിച്ചു, ബാബാജി ഒരിക്കലും ഈ ലോകം വെടിയരുത്. പാവം കുട്ടി. ഇതായിരുന്നു ബാബാജിയുടെ പ്രതികരണം. അദ്ദേഹം തുടർന്നു, മാർഗനിർദ്ദേശങ്ങൾക്ക് ഭൗതിക ശരീരം വേണമെന്നില്ല. മാത്രവുമല്ല, ഈ ശരീരത്തോട് അത്യധികമായ ആസക്തി പുലർത്തുന്നതും ശരിയല്ല. നിനക്ക് നൽകിയിട്ടുള്ള എല്ലാ പരിശീലനങ്ങളും നീ സ്വതന്ത്രനായി കഴിയാൻ വേണ്ടിയാണ്, സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയാണ്. ഒരു ഗുരുവിനെ ആശ്രയിക്കുന്നത് പോലും ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കും. അതുകൊണ്ട് സ്വതന്ത്രനായി ജീവിക്കൂ. അപ്പോഴേക്ക് ഗ്രാമ തലവനെയും കൂട്ടിക്കൊണ്ട് പുരോഹിതൻ എത്തി. അവർ വിറകും ഭക്ഷണവും കൊണ്ടുവന്നിരുന്നു. ബാബാജി ആ ഗ്രാമത്തിൽ വന്നത് വിശ്രമിക്കാൻ വേണ്ടിയല്ലെന്ന് അറിഞ്ഞപ്പോൾ ഗ്രാമത്തലവന് വിഷമം തോന്നി. ഗ്രാമത്തലവനോട് ബാബാജി ആരാഞ്ഞു, എങ്ങനെയുണ്ട് ആരോഗ്യം? അങ്ങയുടെ അനുഗ്രഹത്താൽ സുഖമായി കഴിയുന്നു. അങ്ങയുടെ കൂടെ യുവാവായ ഒരു യോഗി കൂടിയുണ്ടല്ലോ. മുഖത്ത് നല്ല തേജസ്സുണ്ട്. എത്രയും പറഞ്ഞിട്ട് ഗ്രാമത്തലവൻ എൻ്റെ നേർക്ക് നോക്കി പറഞ്ഞു, നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ബാബാജിയെ പോലെ ഒരു ഗുരുവിനെയാണല്ലോ കിട്ടിയിരിക്കുന്നത്. അവർ ധൂനി കത്തിച്ച് ഭക്ഷണം അകത്തു വച്ചിട്ട് അവിടെ നിന്നും പോയി. പോകുന്നതിന് മുമ്പ് ഗ്രാമത്തലവൻ അഭ്യർത്ഥിച്ചു, നാളെ ഞങ്ങളുടെ ഗ്രാമം സന്ദർശിക്കാൻ കനിവുണ്ടാകണം. ഞങ്ങളെ അനുഗ്രഹിക്കണം. തീർച്ചയായും, ബാബാജി പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ധൂനിയുടെ മുന്നിലിരുന്ന് ധ്യാനിച്ചു. ജ്വാലകൾ സാനന്ദം നൃത്തം ചെയ്തു. ശരീരത്തിന് ഉഷ്ണം പകർന്നു തന്നു. അതോടൊപ്പം മനസ്സിന് ശാന്തിയും. ധ്യാനത്തിന് ശേഷം ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയും കഴിച്ചു. ചപ്പാത്തി മുക്കി തിന്നാൻ വേണ്ടി വേണ്ടുവോളം കാട്ടുതേനും അവിടെ വെച്ചിരുന്നു. അടുത്ത ദിവസം വളരെ ദൂരം യാത്ര ചെയ്യേണ്ടതിനാൽ നേരത്തെ കിടന്നുറങ്ങാൻ ബാബാജി നിർദ്ദേശിച്ചു. അടുത്ത ദിവസത്തെ പ്രഭാതം അത്ഭുതകരമായ പല കാഴ്ചകളും സമ്മാനിച്ചു. ഒരു ഭാഗത്ത് മനോഹരമായി ഒഴുകുന്ന നദിയും മറുഭാഗത്ത് ചേതോഹരങ്ങളായ പർവ്വത നിറങ്ങളും ചുറ്റും സ്വർണ്ണ നിറമുള്ള പൂക്കൾ ചൂടിയ മാരിഗോൾഡ് ചെടികളും ഞങ്ങളുടെ മനം കവർന്നു. ഞങ്ങൾ നദിയിൽ മുങ്ങിക്കുളിച്ചു.
കുറച്ചു കഴിഞ്ഞ് യാത്ര തുടങ്ങി. ഞങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ഗഡ്വാലിലെ ഏറ്റവും മനോഹരമായ താഴ്വരയിലൂടെയായിരുന്നു. ഞങ്ങൾ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവഗ്രാം എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. ആ കൊച്ചു ഗ്രാമത്തിലെ എല്ലാ നിവാസികളും ഗ്രാമത്തലവൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെ സ്വാഗതം ചെയ്യാൻ തടിച്ചുകൂടിയിരുന്നു. ഞങ്ങളെ ഗ്രാമത്തലവൻ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ ഭവനത്തിലെ ലാളിത്യം ഞങ്ങളെ ആകർഷിച്ചു. സ്ത്രീകൾ ഞങ്ങളുടെ പാദങ്ങൾ കഴുകി. എന്നിട്ട് ഞങ്ങളെ ഇരുത്തിയത് പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടത്തിലായിരുന്നു. ഭക്ഷണം വിഭവസമൃദ്ധമായിരുന്നു. കുട്ടികൾ കൗതുകത്തോടെ ഞങ്ങളുടെ നേർക്ക് വിരൽ ചൂണ്ടി അമർത്തി ചിരിക്കുന്നുണ്ടായിരുന്നു. ചില ഗ്രാമവാസികളോട് ബാബാജി സംസാരിച്ചു. കൂടെ ബാബാജി പ്രസ്തുത ഗ്രാമം സന്ദർശിക്കാറുണ്ട്. അതിനാൽ അവർക്ക് ബാബാജി സുപരിചിതനായിരുന്നു. ഞാൻ സ്വയം പറഞ്ഞു, അദ്ദേഹം എന്നും ഒരു സഞ്ചാരി. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിരിക്കും. ഗ്രാമവാസികൾ വൈമനസ്യത്തോടെ ഞങ്ങളെ യാത്ര തുടരാൻ അനുവദിച്ചു. വഴിമധ്യേയുള്ള ആവശ്യത്തിനായി അവർ 2 സഞ്ചി നിറച്ച് ഭക്ഷണവും 1 കുപ്പി തേനും തന്നയച്ചു. ഞങ്ങൾ നടന്നു നീങ്ങവേ ഗ്രാമത്തലവൻ ബാബാജിയോട് പറഞ്ഞു, അങ്ങ് രുദ്രനാഥിൽ വെച്ച് ജോഗി മഹാരാജിനെ കാണുമ്പോൾ അദ്ദേഹത്തെ എൻ്റെ പ്രണാമങ്ങൾ അറിയിച്ചാലും. ഹരിതാപമായ ഉർഗം താഴ്വരയിലൂടെ ഞങ്ങൾ നടക്കുകയായിരുന്നു. ചെറിയ ചാറ്റൽ മഴ മാറാതെ പെയ്തുകൊണ്ടിരുന്നു. അതിമനോഹരമായ ഒരു മാരിവില്ല് ഞങ്ങൾക്ക് സ്വാഗതമരുളി. ഞങ്ങൾ 2 മണിക്കൂർ നടന്നു. അതിനിടയിൽ അധികമൊന്നും സംസാരിച്ചില്ല. എപ്പോഴത്തെയും പോലെ ബാബാജി മുന്നിലും ഞാൻ പിന്നിലുമായിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം ചുറുചുറുപ്പോടെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ ഒരു പർവ്വതത്തിലെ കോലാടിൻ്റെ ഗതിവേഗത്തോടെ അദ്ദേഹത്തിൻ്റെ പിന്നിൽ നടന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ ചലനത്തെയും അനുകരിക്കാൻ ശിഷ്യനായ ഞാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഒരു മനുഷ്യ ശബ്ദം കേൾക്കുകയുണ്ടായി. നിരനിരയായി നിൽക്കുകയായിരുന്ന ദേവദാരു വൃക്ഷങ്ങളെ പിന്നിട്ടുകൊണ്ട് താഴ്വരയിലൂടെയുള്ള യാത്ര സുഖകരമായിരുന്നു. അതിനിടയിലാണ് ഞങ്ങൾ ദുമാക് എന്ന കൊച്ചു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചത്. നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ടുള്ള ശബ്ദം കൊച്ചു കുട്ടികളുടേതായിരുന്നു. അവർ ഉല്ലാസത്തോടെ കളിച്ച് ചിരിച്ച് രസിച്ചുകൊണ്ട് ഓടി വരികയായിരുന്നു. ഗ്രാമത്തലവൻ്റെ മൂത്തപുത്രൻ ബാബാജിയെ സ്വാഗതം ചെയ്യുകയും കഴിഞ്ഞ തവണ സ്വാഗതം ചെയ്യാൻ തൻ്റെ അച്ഛൻ ഉണ്ടായിരുന്ന കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ അച്ഛൻ ജീവിച്ചിരിപ്പില്ല. ഗ്രാമത്തലവൻ്റെ മൂത്തപുത്രൻ വളരെ വ്യസനത്തോടെയാണ് അച്ഛൻ്റെ മരണവാർത്ത ബാബാജിയെ അറിയിച്ചത്. അയാൾ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് ഗ്രാമത്തലവൻ്റെ വീട്ടിലേക്ക് പോയി. 2 പേരും ആ ഭവനത്തിൽ നിന്നുമാണ് ഭക്ഷണം കഴിച്ചത്. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങും ദാളും ആയിരുന്നു വിഭവങ്ങൾ. ദുമാക് എന്ന കൊച്ചു ഗ്രാമം ഞങ്ങൾക്ക് കൊച്ചു സ്വർഗ്ഗം പോലെ അനുഭവപ്പെട്ടു. നീല തടാകത്തിന് സമീപത്ത് ചെരിഞ്ഞു കിടക്കുന്ന താഴ്വരയിലൂടെ പാടിയൊഴുകുന്ന പുഴകൾ കണ്ണുകൾക്ക് ഉത്സവമായി. ഞാൻ പുഴയിൽ നിന്നും വെള്ളം കോരിക്കുടിച്ചു. പുഴയിലെ ജലത്തിന് ഔഷധ ഗുണം ഉണ്ടെന്ന് ഗ്രാമീണർ അവകാശപ്പെട്ടു. ഗ്രാമം മുഴുവൻ വൻ ദേവദാരു വൃക്ഷങ്ങൾ തല ഉയർത്തി നിന്നിരുന്നു. ബാബാജി എന്നെയും കൂട്ടിക്കൊണ്ട് ഒരു കുന്നിൻ്റെ മുകളിലേക്ക് പോയി. അവിടെ നിന്നുകൊണ്ട് ചക്രവാളത്തെ തൊട്ടു നിൽക്കുന്ന ദ്രോണഗിരി മലനിര ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഗ്രാമവാസികളോട് വിട പറഞ്ഞു. പിന്നെയും യാത്ര തുടർന്നു. ഒരു വലിയ കയറ്റം കയറി ഞങ്ങൾ സന്ധ്യയ്ക്ക് പനാറിൽ എത്തി. ബാബാജി പറഞ്ഞു, കാഗബുഷുണ്ടി തടാകം ഇവിടെ നിന്നും വളരെ അകലെയല്ല. പക്ഷേ നമുക്കിപ്പോൾ അവിടെ പോകാൻ കഴിയുകയില്ല. രാവിലെ ആകാശം തെളിഞ്ഞതാണെങ്കിൽ നന്ദാദേവി പർവ്വതനിര കാണാം. സമീപത്ത് പ്രകൃതിദത്തമായ ഒരു ചെറിയ ഗുഹ ഉണ്ട്. മുമ്പൊരിക്കൽ ഞാൻ ഒരു രാത്രിയിൽ എൻ്റെ ഗുരുവിനോടൊപ്പം അവിടെ തങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രി നമുക്ക് അവിടെ കഴിച്ചുകൂട്ടാം. ഈ പ്രദേശങ്ങളൊക്കെ എപ്പോഴും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ്.
എൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ ദീപം തെളിഞ്ഞു. ഒരു വേള ഗുരു ബാബാജി ഇവിടെ വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമോ? ഇടുങ്ങിയ താഴ്വരയിലെ വഴിയിലൂടെ താഴോട്ടിറങ്ങിയ ഞങ്ങൾ ഒട്ടും വൈകാതെ ഒരു വലിയ ഗുഹയുടെ സമീപത്തെത്തി. അപ്പോഴേക്കും ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങി. ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് പ്രകാശം വരുന്നത് കണ്ട് ഞാൻ അതിശയിച്ചു. ആവേശം കാരണം ശരീരം വിറച്ചു. എൻ്റെ പ്രാർത്ഥന സഫലമാകാൻ പോകുകയാണോ? ബാബാജി തിടുക്കത്തിൽ പറഞ്ഞു. പെട്ടെന്ന് വരൂ, ഒരു കൊടുങ്കാറ്റിന് സാധ്യതയുണ്ട്, മഞ്ഞ് വീഴാനും ഇടയുണ്ട്. എല്ലായ്പ്പോഴും ശാന്തമായി കണ്ടിരുന്ന ബാബാജി ഗുഹയ്ക്കുള്ളിലേക്ക് കയറിയപ്പോൾ അതിശയം പ്രകടിപ്പിച്ചു. ഓഹോ! വിശാലമായ ഗുഹയുടെ മധ്യഭാഗത്ത് ധ്വനി കത്തിച്ചു വച്ചിരുന്നു. ഞങ്ങളുടെ മുൻപിൽ ഇരുണ്ട് നീണ്ട നിറമുള്ള ഉയരം കുറഞ്ഞ തടിച്ചു കൊഴുത്ത ആരോ ഇരിക്കുന്നുണ്ടായിരുന്നു. നീണ്ട കറുത്ത തലമുടി തോളിലേക്ക് വീണുകിടന്നിരുന്നു. നീട്ടി വിളർത്തിയ താടിയും ഉണ്ടായിരുന്നു. ബാബാജി ധരിക്കുന്നത് പോലെയുള്ള ഉടുവസ്ത്രമാണ് അദ്ദേഹവും ധരിച്ചിരുന്നത്. അദ്ദേഹം ഞങ്ങളുടെ നേർക്ക് നോക്കിക്കൊണ്ട് സന്തോഷസൂചകമായി കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഉടനെ എണീറ്റ് ഞങ്ങളുടെ നേർക്ക് കുതിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ മഹാനായ മഹേശ്വർനാഥിനെ പിടികൂടിയിരിക്കുന്നു, അതും മുൻകൂട്ടി അറിയിക്കാതെ. ഞാൻ രുദ്രനാഥിലായിരിക്കും എന്നാവാം നിങ്ങൾ കരുതിയത്. ഞാനിതാ ഇപ്പോൾ പനാറിൽ നിങ്ങളുടെ മുന്നിലുണ്ട്. അന്നേരം ബാബാജി അദ്ദേഹത്തിൻ്റെ പാദം നമസ്കരിക്കാൻ ഒരുമ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, മഹേഷ്, ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഈ യുവാവിന് വേണ്ടി ശ്രീ ഗുരുജിയുടെ മനസ്സിൽ ചില പദ്ധതികൾ ഉണ്ട്. ആ മഹാത്മാവിനെ നിന്നെപ്പറ്റിയുള്ള സൂചനകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് മധു, ഒരുങ്ങിക്കൊള്ളൂ. കഠിനമായ സാധനകൾ അനുഷ്ഠിക്കാൻ തയ്യാറായിക്കൊള്ളൂ. നിനക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഗുരുവാണ് മഹേഷ്. ബാബാജി എനിക്ക് അപരിചിതനായ മഹത് വ്യക്തിയെ പരിചയപ്പെടുത്തി തന്നു. ഇദ്ദേഹം ശ്രീ ഗുരുവിൻ്റെ മുതിർന്ന ശിഷ്യന്മാരിൽ ഒരാളാണ്. തെങ്കാശി സിദ്ധർ എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹം അനേകം വർഷങ്ങൾ തെങ്കാശി വെള്ളച്ചാട്ടത്തിന് സമീപത്ത് താമസിച്ചിരുന്നു. ശ്രീ ഗുരു ബാബാജിയാണ് ഇദ്ദേഹത്തോട് ഹിമാലയത്തിലേക്ക് വരാൻ നിർദ്ദേശിച്ചത്. ഇദ്ദേഹത്തിന് തമിഴും മലയാളവും സംസാരിക്കാൻ കഴിയും. സിദ്ധർ എന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ തമിഴ് സംസാരിക്കും അല്ലേ? തിരുവനന്തപുരം ഒരു അതിർത്തി പ്രദേശമാണല്ലോ. അവിടെയുള്ള അനേകം പേർക്ക് തമിഴ് ഭാഷ വശമുണ്ട്, ശരിയല്ലേ? ശരിയാണ് സിദ്ധരെ, ഞാൻ തമിഴിൽ സംസാരിച്ചു. എനിക്ക് തമിഴിൽ നല്ല പോലെ സംസാരിക്കാൻ കഴിയും. എനിക്ക് ധാരാളം തമിഴ് സംസാരിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. വളരെ നല്ല കാര്യം, സിദ്ധർ അഭിപ്രായപ്പെട്ടു. നിങ്ങൾക്ക് ചോറ് കഴിക്കാൻ ആഗ്രഹം കാണും അല്ലേ? ഞാൻ 2 പേർക്കും വേണ്ടി ചോറും സാമ്പാറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചൂടോടെ കഴിക്കാം. പാൽ പായസവും ഉണ്ടാക്കിയിട്ടുണ്ട്. ധോനിക്ക് സമീപം വെച്ചിരുന്ന മൺപാത്രങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ചൂടോടെ ഭക്ഷണം കഴിക്കാം. ഓം മന്ത്രധ്വനിക്ക് ശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചു. എനിക്ക് ഭക്ഷണവും ഏറ്റവും ആസ്വാദ്യകരമായിരുന്നു. സിദ്ധർ എന്നോട് ദീർഘനേരം സംസാരിച്ചു. എൻ്റെ ഗുരുവിനോടൊപ്പം അദ്ദേഹം ദക്ഷിണ ഭാരതത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ബാബാജി ഒന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഞാനുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ബാബാജി തിരുവനന്തപുരത്ത് വന്നിരുന്നപ്പോൾ അദ്ദേഹവും ബാബാജിയുടെ കൂടെ ഉണ്ടായിരുന്നുവെന്ന് അറിയിച്ചു. അദ്ദേഹം പിന്നീട് കോവളം കടൽ തീരത്തിന് സമീപമുള്ള അഗസ്ത്യകൂടത്തിൽ ധ്യാനിക്കുന്നതിന് വേണ്ടി പോയി. ആ സമയത്ത് ബാബാജി എന്നെ കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സിദ്ധ സമ്പ്രദായത്തിലെ പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ എനിക്ക് ചുരുക്കത്തിൽ പറഞ്ഞു തന്നു.
അഗസ്ത്യമുനിയുടെ ശിഷ്യനായ തിരുമൂലർ മുനി രചിച്ച തിരുമന്ദിരം എന്ന കൃതി വായിക്കാൻ അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം എനിക്ക് തമിഴ് സിദ്ധന്മാരും നാദസമ്പ്രദായക്കാരും കാശ്മീരിലെ ശൈവമതക്കാരും ഗുരു ബാബാജിയും തമ്മിലുള്ള ബന്ധം വിശദീകരിച്ചു തന്നു. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന എൻ്റെ മനസ്സിൽ ഒരു സംശയം ഉദിച്ചു. ഞാൻ അദ്ദേഹത്തോട് ആരാഞ്ഞു. ചില ആളുകൾ ശ്രീ ഗുരുവിനെ മഹാവതാർ ബാബാജി എന്ന് പരാമർശിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ അപ്രകാരം വിളിക്കുന്നത്? സിദ്ധർ എൻ്റെ ചോദ്യത്തിന് ശാന്ത സ്വരത്തിൽ ഉത്തരം നൽകി. ആദ്യകാലത്ത് ആരും തന്നെ ഗുരു ബാബാജിയെ അങ്ങനെ വിളിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് അദ്ദേഹത്തിൽ നിന്നും നേരിട്ട് ശിഷ്യത്വം നേടാത്ത ഒരു എഴുത്തുകാരൻ അമിതാവേശത്തോടെ അദ്ദേഹത്തെ മഹാവതാർ ബാബാജി എന്ന പദപ്രയോഗം കൊണ്ട് വിശേഷിപ്പിച്ചു. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അദ്ദേഹം ഗുരു ബാബ ആണ്. അദ്ദേഹത്തെ ആഹ്വാനം ചെയ്യാനുള്ള മന്ത്രം ശ്രീ ഗുരുഭ്യോ നമഃ എന്നാണ്. അതീവ ശ്രദ്ധയോടെയും അത്യന്തം വിനയത്തോടെയും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് പ്രസ്തുത മന്ത്രം ജപിക്കുന്ന ആളിന് ഉടനെ ഗുരുവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ കിടന്നുറങ്ങിക്കൊള്ളൂ. നാളെ ഒരു വലിയ കയറ്റം കയറി വേണം രുദ്രനാഥിലേക്ക് പോകേണ്ടത്. ഞാൻ കുറേ ദിവസം ഇവിടെ തന്നെ കാണും. ഞാൻ ഒരാളെ കാത്തിരിക്കുകയാണ്. ഞാൻ ധോനിയുടെ സമീപത്തുള്ള ഒരിടം ഉറങ്ങാനായി തിരഞ്ഞെടുത്തു. ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ ബാബാജിയും സിദ്ധരും മുഴങ്ങി. ഞാൻ ശ്രീ ഗുരുഭ്യോ നമഃ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് കിടന്നുറങ്ങി. ഞാൻ സ്വപ്നത്തിൽ ശ്രീ ഗുരു ബാബാജിയെ ദർശിച്ചു. അദ്ദേഹം എന്നെ സ്വന്തം കരങ്ങളിൽ എടുത്തുകൊണ്ടു പോകുന്നത് കണ്ടു. സംപൂജ്യനായ സിദ്ധരോട് യാത്ര ചോദിച്ചുകൊണ്ട് ഞങ്ങൾ രാവിലെ രുദ്രനാഥിലേക്ക് പുറപ്പെട്ടു. ചുറ്റുമുള്ള എല്ലാ കുന്നുകളും മഞ്ഞുകൊണ്ട് മൂടിപ്പെട്ടിരുന്നു. തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആകാശം തെളിഞ്ഞതായിരുന്നു. രാത്രിയിലെ മഞ്ഞുവീഴ്ച മൂലമാണ് കുന്നുകൾ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടത്. സൂര്യൻ ഉദിച്ചതോടെ വിദൂരതയിൽ കണ്ട കൊടിമുടികളുടെ ധവളശോഭയ്ക്ക് പൊടുന്നനെ ഒരു മാറ്റമുണ്ടായി. കൊടുമുടികളുടെ അഗ്രഭാഗങ്ങൾ സ്വർണത്തിൻ്റെ പീതവർണ്ണത്താൽ ആശ്ചര്യജനകമായി പ്രശോഭിച്ചു. ഞങ്ങൾ വൈകുന്നേരം രുദ്രനാഥിലെത്തി. അതികഠിനമായ യാത്ര ചെയ്താണ് അവിടെ എത്തിച്ചേർന്നത്. ഉച്ചസമയത്ത് കുറച്ച് കടല മാത്രം കഴിച്ചു. അടുത്തുള്ള പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഒരിടത്ത് ഇരുന്ന് അല്പനേരം വിശ്രമിച്ചു. അവിടെ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് മഞ്ഞുകൊണ്ട് മൂടിയ നന്ദാദേവി മലനിര വ്യക്തമായി കാണാൻ കഴിഞ്ഞു. അതിന് കുറച്ച് വലതുഭാഗത്താണ് ദ്രോണഗിരി പർവ്വതനിരകൾ. കൽപ്പേശ്വരത്തിലുള്ളതുപോലെ രുദ്രനാഥിൽ ക്ഷേത്രം ഇല്ലായിരുന്നു. എന്നാൽ ചെറിയ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. ഇഷ്ടികയാൽ നിർമ്മിച്ചിരുന്ന ഒരു ചെറിയ കെട്ടിടത്തിനുള്ളിലായിരുന്നു വിഗ്രഹം. ആരാധനാലയം പർവ്വതത്തിൻ്റെ ചെരിഞ്ഞ ഭാഗത്തായിരുന്നു. മഞ്ഞുമൂടിയ നന്ദാദേവി പർവ്വതനിരകളെ അഭിമുഖീകരിക്കുന്ന ആ പ്രദേശം സമുദ്രനിരപ്പിൽ നിന്നും 8200 അടി ഉയരത്തിൽ ആയിരുന്നു. ആരാധനാലയത്തോട് ചേർന്ന് ഒരു ചെറിയ പുരയിൽ ഞങ്ങൾ രാത്രി കഴിച്ചുകൂട്ടി. ആ പുര പുരോഹിതന് വേണ്ടി പണിയച്ചതായിരുന്നു. ഞങ്ങളുടെ ഭാഗ്യത്തിന് അന്ന് അദ്ദേഹം ഗോരേശ്വരിൽ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹം അടുത്ത ദിവസം എത്തിച്ചേരുമെന്ന് പുരോഹിതൻ്റെ സഹായി ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പിറ്റേന്ന് തുംഗനാഥിലേക്ക് പുറപ്പെടാൻ നിശ്ചയിച്ചു. ഇതോടെ ഈ എപ്പിസോഡ് അവസാനിച്ചു. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം, ഹരി ഓം.